ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല ഡിന്നറിനും കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അമിതവണ്ണമൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസ്, കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇത് നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് മുത്താറി അഥവാ റാഗി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം അളവിൽ തന്നെ ചെറുപയറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുപയറിൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വളരെയധികം ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ 2-ൽ 1 വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് രാവിലെയാണെന്നൊന്ന് കുതിർത്ത് വെക്കുന്നത്, രാത്രിയിൽ ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നിക്കലും നിങ്ങൾക്ക് ഇതിൽ നല്ലോണം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ഞാനിത് കഴുകാണ്ട് ഒന്ന് കുതിർത്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ എനിക്കിപ്പോൾ ടൈം ഉള്ളത് കൊണ്ട് ഞാൻ രാത്രിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒന്ന് കുതിർത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് കുതിർന്നതിന് ശേഷമാണ് നല്ലപോലെ ഞാനൊന്ന് കഴുകിയെടുത്തത്. ഇനി നമുക്ക് ചെറുപയറൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം. അപ്പോൾ നമ്മളൊരു ഇത്തിരി ഉപ്പും ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മേലെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ചെറുപയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മുത്താറി അഥവാ റാഗി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതും ഞാനൊന്ന് നല്ലപോലെ കഴുകിയിട്ടുണ്ട്. എന്നിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് തേങ്ങ, അതായത് ഒരു 1/4 കപ്പോളം തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിക്കൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ സെപ്പറേറ്റ് എടുത്ത് വെക്കാം, മുത്താറി അരച്ചിട്ട് അതിൻ്റെ പാലും എടുത്ത് വെക്കാം. അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചിട്ട് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കുറയും. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്, ചെറിയ ജാറായതുകൊണ്ട് തന്നെ അത് നമുക്ക് അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇനി അതിൻ്റെ പാല് നമുക്കൊന്ന് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ മുത്താറിയും തേങ്ങയും കൂടി ഒരുമിച്ചെടുക്കുമ്പോൾ നമുക്ക് പണി കുറയും. അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് തന്നെ അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പിണ്ടി ഞാൻ വീണ്ടും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം, അതായത് 3 പ്രാവശ്യമെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാല്. അപ്പോൾ 2-3 പ്രാവശ്യം പിഴിയുമ്പോൾ തന്നെ ഒരുപാട് പാലുണ്ടാവും. അതുകൊണ്ട് ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല. ഒരു 3 പ്രാവശ്യം മിനിമം നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ചെറുപയർ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറുപയർ ഒരുപാട് അങ്ങ് വെന്ത് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് കടിക്കാൻ കിട്ടണം നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരുപാട് വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല, എന്നാൽ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെന്ത് ഉടക്കാഞ്ഞത്. അപ്പോൾ ചെറുപയറൊക്കെ ഡെയിലി കഴിക്കുന്നതുകൊണ്ട് നമ്മളെ മുടിക്കൊക്കെ വളരെ നല്ലതാണ്, സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയറൊക്കെ കറി വെച്ചിട്ടൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ മുളപ്പിച്ചിട്ട് കഴിക്കാം. മുളപ്പിച്ച ചെറുപയർ കഴിക്കുന്നതാണ് ഹെൽത്തിന് കൂടുതൽ നല്ലത്. അപ്പോൾ ഇനി നമുക്കൊരു വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ റാഗിയും നമ്മൾ തേങ്ങയും അരച്ചുകൊണ്ട് വന്നില്ലേ, അത് ഇതിലേക്കൊന്ന് നല്ലോണം ഒന്ന് അടിയിലൊന്നിങ്ങനെ ഇതുപോലെ ഇളക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അടിയിൽ ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് അടിഞ്ഞ് കിടക്കുന്നുണ്ടാകും റാഗീൻ്റെ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ആ ബൗളിൽ ആ ഒരു കപ്പ്, ഞാനൊരു ബൗളിലെടുത്ത 1 കപ്പ്, അപ്പോൾ അതിന് കണക്കായിട്ട് തന്നെ കുറച്ചുകൂടി വെള്ളവും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ റാഗി ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വേവും കുറച്ച് കൂടുതലാണ് റാഗിക്ക്, മറ്റുള്ള ധാന്യങ്ങൾ പോലെയല്ല. അപ്പോൾ ഒരുപാട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം ഞാൻ ചേർത്തത്. ഇനിയിപ്പോൾ ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തിരക്ക് പിടിച്ചൊക്കെ ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ റാഗി ഒന്ന് കുറുകാൻ തുടങ്ങും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും, കുറച്ചൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് കൈയെടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അടിക്ക് പിടിക്കാൻ പാടില്ല, കരിഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ റാഗിയും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതായത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് കൊണ്ടുവന്ന ചെറുപയറുണ്ടല്ലോ, അപ്പോൾ അതാണ് ചേർക്കേണ്ടത്. അപ്പോൾ ചെറുപയർ ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കഴിക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പഞ്ചസാര എന്ന് പറയുമ്പോൾ നമുക്കത് ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ ശർക്കര വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ പനങ്കൽക്കണ്ടും ചേർത്തിട്ടും കഴിക്കാം. അപ്പോൾ ഞാൻ ചെറുപയറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പ്രോട്ടീൻ കൂടി ഒന്ന് കെട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് അത് ചെറുപയറും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടുള്ള ചെറുപയർ വേവിച്ച് കൊണ്ടുവന്ന വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ടാണ് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൽ ഞാനിനി ഉപ്പോ വേറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ കഴിക്കാം. പിന്നെ ചെറുപയർ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. അതുപോലെ പനങ്കൽക്കണ്ടോ ശർക്കര എന്ത് വേണമെങ്കിലും ഈ ഒരു സമയത്ത് ചേർക്കാം. പക്ഷേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഡേറ്റ്സ് ആണ്. അപ്പോൾ ഡേറ്റ്സ് ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്നുണ്ട്, നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ റാഗി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയാനും, അതുപോലെ അയൺ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഹീമോഗ്ലോബിൻ്റെ ഒക്കെ അളവ് കുറയുന്ന ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ വളരെ നല്ലതാണ്.
അപ്പോൾ ഡേറ്റ്സിൻ്റെ ആ മധുരം ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, കയ്യിൽ വെച്ചൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്കിത് വേവുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല പഴുത്ത, അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് നല്ലോണം ഒന്ന് അടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ കുറുക്കി എടുത്തിട്ടില്ല, കുറച്ച് സമയം കഴിയുമ്പോൾ, അതായത് ചൂടൊക്കെ ഒന്ന് ആറുന്ന സമയത്ത് ഇതിനേക്കാളും കൂടുതലൊന്ന് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്താണ് ഫ്ലെയിം ഞാൻ ഓഫാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സിന് പകരം നേരത്തെ പറഞ്ഞ പോലെ കൽക്കണ്ടോ അതുപോലെ ചക്കരയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം, ഏത് നേരവും നമുക്ക് കഴിക്കാം, രാത്രി ഡിന്നറിന് കഴിക്കാം. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല എന്താ പറയണ്ടേ, ഹെൽത്തിന് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വയറ് നല്ല ഫുള്ളായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് വലിയ ആൾക്കാർക്ക്, പ്രായമായ ആൾക്കാർക്ക് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, ചെറിയ കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഡേറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹെൽത്തിനും വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടമായാൽ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയും വേണം. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്